ആഷിക്ക് വരുവാണ് നാട്ടിൽ നിന്ന്. അപ്പം ഗാഡ്വിക്ക് എയർപോർട്ടിലാണ് വരുന്നത്. നമ്മളൊരു 7:15 ആയപ്പോഴത്തേന് എയർപോർട്ടിലെത്തി. അവിടെ വെച്ച് നമ്മൾ അവിചാരിതമായിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടി. അനസ്, പിന്നെ ഫെബിനെ കണ്ടു. ഇങ്ങനെ ഒരാളെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. അങ്ങനെ അവരെയൊക്കെ ആഷിലേക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും ആഷിക്കെത്തി. പക്ഷെ അവൻ ഇറങ്ങി വരാൻ കുറേ വൈകി, ഒരു 8-10 ആയെന്ന് എനിക്ക് തോന്നുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചിന് ഇമിഗ്രേഷനിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരും കൂടെ വെയിറ്റ് ചെയ്ത് അത്രയും വൈകി. അവർ എല്ലാവരും കൂടെ ഒരു വാനിൽ നേരെ അവരുടെ അക്കോമഡേഷനിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ അവരെ ഫോളോ ചെയ്തു, കാരണം കുറേ സാധനങ്ങൾ ആഷിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്നും. അപ്പം ഞാനും ആഷിലിയും അബുവും അച്ചുവും കൂടെ അവനെ ഫോളോ ചെയ്ത് ഹോട്ടലിലെത്തി. ഇഷ്ടപ്പെട്ടോ? ഇതുണ്ടോ നമ്മുടെ അയർലൻഡ് വിസയ്ക്കുള്ള പാസ്പോർട്ട് ഒന്ന്. ഇതുണ്ടോ, ഇത് ഞാനിങ്ങനെ വന്നിട്ട് ഇളക്കിയെടുത്ത് പവറിനകത്തിട്ട് ഫ്രീസർ വെക്കും. ഇത് കറി വെക്കുന്നതിന് ശാലം മുന്നേ ഇതൊക്കെ എടുത്ത് പുറത്ത് വെക്കുക. വെള്ളം എല്ലാം പോയി നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പമൊക്കെ വരുന്നുണ്ട്. അപ്പം ലഞ്ചിന് ഞാൻ നെയ്ച്ചോറും. നമ്മൾ ആദ്യമായിട്ട് ലണ്ടനിലുള്ള ബില്ലിംഗ്സ്ഗേറ്റ് മാർക്കറ്റിൽ പോവുക, ഫിഷ് മാർക്കറ്റിൽ. അപ്പം വെളുപ്പിനെ നമ്മൾ എനിക്ക് തോന്നുന്നു 3:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു. ബിൻസി ഉണ്ടായിരുന്നു. ബിൻസി തലേദിവസം വീട്ടിൽ വന്ന് കിടന്നിട്ട് ഞങ്ങൾ വെളുപ്പാങ്കാലത്ത് എണീറ്റ് കാപ്പിയൊക്കെ ഇട്ട്. അപ്പു അഞ്ജലി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ അവിടെ ചെന്നപ്പോഴത്തേനൊരു 5 മണിയൊക്കെ കഴിഞ്ഞു. അവരെന്തിയാ പോയോ? അവരങ്ങോട്ട് പോയി. ഇത് ഇവിടെ കവർ ചെയ്താണോ പോകുന്നത്? എങ്ങനെയാ? അപ്പോ എടാ അഞ്ജലി ഇതിലേ പോയി ചെമ്മീൻ കണ്ടോടാ. ചെമ്മീൻ്റെ വില ചോദിക്കുന്നത്. ഫിഷൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയപ്പം എനിക്കൊന്ന് 6:45 ആയിട്ടുണ്ടാവും. 7 മണിക്ക് മുമ്പ് ലണ്ടൻ്റെ ഏതോ ഒരു സ്ഥലമുണ്ട് അതിന് ചുറ്റുമുള്ള. അത് കഴിഞ്ഞ് പോകുന്നില്ലെങ്കിൽ കൺജഷൻ ചാർജ് കൊടുക്കേണ്ടി വരും. അത് പേ ചെയ്തായിരുന്നു നമ്മൾ. എനിക്കൊന്ന് 15-ആണോ 15-നും 20-നും ഇടയ്ക്ക് ഏതോ ഒരു ഇതൊന്ന് കയ്യെ കയറ്റിക്കൂടാ. ഈ കവറോടെ മേടിച്ചു. ഇത് മൊത്തത്തിൽ മേടിച്ചു. ഇതിനകത്തെല്ലാം വെച്ചായിരുന്നോ? ഇവിടെ പക്ഷേ ഉണ്ടല്ലോ ഇതിലും തിരക്കാ സാധാരണ. ബിൽഗേറ്റ് മാർക്കറ്റിന്റെ ബില്ലിംഗ്സ്ഗേറ്റ്. ഓക്കെ. ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി നിറയും, ഒരു വണ്ടിയുടെ ഡിക്കി നിറയും മീൻ മേടിച്ച്. ഇത്
ഇത് ഏതോ ഒരു മീൻ നമ്മൾ മേടിക്കാൻ വിട്ടുപോയി. അപ്പം കുറച്ച് സമയം കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ലല്ലോ. എനിക്കൊന്ന് 6:30 7 ആകുമ്പോഴത്തേന് സംഭവം എല്ലാം കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ തിരിച്ചു പോകുന്ന വഴിയാണ്. അവൻ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് വെച്ചായിരുന്നേ. എന്നാ വില? 11 കിലോ. ഒന്നിച്ച് 2 പേര് വരുവാണെങ്കിൽ പിന്നെ ഇച്ചിരിയും കൂടി ഒരു ഇതുണ്ട്, ലാഭമുണ്ട്. ഒറ്റയ്ക്ക് വരുമ്പോ പിന്നെ പക്ഷെ നിങ്ങൾ വാങ്ങിക്കത്തില്ലെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോടാ. അല്ലേ, നമ്മൾ എന്നാക്കി മീനാ മിൻസി മേടിച്ച്? മത്തി, അയല, കിളിമീൻ, കാളാഞ്ചി ലാസ്റ്റ് പോയി മേടിച്ചേ. ചെമ്മീൻ, നെയ്മീൻ, ചൂര വരാല് വാങ്ങിച്ചു. വരാല് ഞാൻ ചൂര വാങ്ങിച്ചു. സീബ്രം അത് 2 ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ പോമറ്റ്, ആവോലി, ആവോലി പഞ്ചട്ടത് വാങ്ങിച്ചില്ല നമ്മളല്ലേ? ഇല്ല, അത് കിട്ടിയില്ല. 5-8 കൂട്ടം മീൻ വാങ്ങിച്ചല്ലേ. പിന്നെ മറ്റേ കുഞ്ഞു മീൻ എന്നാ നെത്തോലി, അത് ഞാൻ വാങ്ങിച്ചില്ല. മിൻസി വാങ്ങിച്ചു. 5-8 മറ്റേ കിങ് ഫിഷ് നെയ്മീൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു വണ്ടി നിറയെ മീൻ, എനിക്ക് നിറയെ മീൻ. എനിക്ക് വാക്സിനേഷൻ നവംബർ 3-ാം തീയതി. അപ്പൊ അതിന് മുന്നേ ഇതിന് കാണാൻ വേണ്ടി അവൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച വരവ് നടന്നില്ല. ആണെന്ന് പറയുന്നില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇടണ്ടേ? അത് ഏത് പൊടിയാ ഇടുന്ന ചോദിക്കുന്നത്? ഏത് പൊടി? ഏത് പൊടി? പൊടി ഏതാ? മുളക് പൊടിയാണോ, മല്ലിപ്പൊടിയാണോ, ചിക്കൻ മസാലയാണോ, എന്താ ഇടുന്നത്? എല്ലാം ഇടുന്നത്. പിന്നെ അഭിമാനം, അതാ ഞാൻ പറഞ്ഞു, വലിയ ജേതാവിനെ പോലെ വന്ന് കയറി, ആരെയും തൊടിക്കാതെ. മകൻ സാലറി കിട്ടിയിട്ട് മേടിച്ചു കൊടുത്ത്. കാണിച്ചെന്ന് കാണണ്ടേ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചാലേ ആൾക്കാർ വരുള്ളൂ. ഒരകൂട്ടന്മാർ കിടക്കുന്നു. ഏകദേശം എൻ്റെ ഒരു കൈയുടെ തൂക്കുന്നതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കറിയിട്ട് മത്തി വരാല ക്ലീൻ ചെയ്ത് ഇച്ചിരി പാടാം. പനിഞ്ഞീന് ഞാൻ സെപ്പറേറ്റ് വരാലിനകത്ത് നിന്ന് കിട്ടിയ പനിഞ്ഞീനാണ്. അത് വരാല് കറി റെഡി ആയിട്ടുണ്ട്. കേട്ടോ, പനിഞ്ഞീൻ പിടിച്ചത്, ചോറ്, മത്തി വറുത്തത്, വരാല് കറി, വരാല് ഫ്രൈ, പനിഞ്ഞീൻ. ഒരാഴ്ചയായിട്ട് സുഖം സ്വസ്ഥം എങ്ങും പോയി. ഇവിടെ ഹായ്. പോയി നമ്മള് ക്രിസ്ത്യാനി ആയിട്ട് ഇങ്ങ് പോന്നു. അവിടെ ഇരിക്കാൻ, എടാ അവിടെ പോയി ഇരിക്കാൻ. കോട്ടയാണോ? ആ ചേട്ടന്മാരെ എന്തുവാ ലീവാണോ? എനിക്ക് ഡിസംബർ 2nd വീക്ക്. ഈ മാസം 3 കിക്ക് ഷിഫ്റ്റ് ഉണ്ട്. വൈബ്രേറ്റ് ചെയ്തു നീ. നിനക്ക് വേണോടാ അത്? നമ്മളിത്തവണ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പ്രോൺസ് 1 കിലോ ഉണ്ട്. വലിയ പ്രോൺസ് ആയിരുന്നു കേട്ടോ. 7 പൗണ്ടാണോ 8 പൗണ്ടാണോ എന്ന് ഞാൻ മറന്നുപോയി 1 കിലോയ്ക്ക്. അല്ല വലിയ സ്കിന്ന് പോയതാ. എന്താ അറിയത്തില്ല, വെതറിനാന്ന് തോന്നുന്നു, തണുപ്പിന്റെ. ഇവിടേക്ക് ഡബിൾ ക്രീം ഫ്രീസ് ചെയ്തെടുത്തതാ ഇങ്ങനെ ഒരു മോൾഡില്.
സിപ്ലോ കവറിൽ ഇട്ട് വെക്കണം.